എല്ലാവർക്കും നമസ്കാരം. തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റൻറ്റ് അപ്പം റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്പം പാറ്റേൺ തയ്യാറാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വൈറ്റ് റൈസ്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു 8 അപ്പം വരെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ആവശ്യത്തിന് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. നമുക്ക് ഇതിൻ്റെ അതേ ഒപ്പം തന്നെ നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഈസ്റ്റും പുളിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു കപ്പിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ ആവശ്യത്തിന് വെള്ളം, അതൊരു 1/4 ഗ്ലാസ് വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. ഇത്രയും ചേർത്ത് ഇതും അടച്ചിട്ട് നമുക്ക് ഈസ്റ്റ് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കണം. രണ്ടും ഒപ്പാണ് ചെയ്യേണ്ടത്, ഒരേ ടൈമിങ്. റൈസ് ആയാലും ഈസ്റ്റ് ആയാലും ഒരേ ടൈമിങ്ങാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈസ്റ്റിൻ്റെയൊക്കെ പുളി കൂടുമ്പോൾ അല്ലെങ്കിൽ നാളികേരത്തിൻ്റെയൊക്കെ പുളി കൂടുമ്പോഴാണ് അപ്പത്തിൻ്റെ മാവ് ഒരുപാട് പുളിച്ച് ടേസ്റ്റ് ഇല്ലാതെയായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ രണ്ടും ഒരുമിച്ച് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഡിന്നറിനായാലും ഇതേപോലെ ചെയ്യാം. 5 മണിക്കൂർ നമുക്ക് എപ്പോഴാണ് അപ്പം വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതേപോലെ അരി വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ അരി ഇവിടെ കുതിർന്നിട്ടുണ്ട്, 5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും അല്ല ഈസ്റ്റൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും നമുക്ക് കാണാം. കറക്റ്റ് ടെമ്പറേച്ചറിലും കൂടി വയ്ക്കണം. ഈസ്റ്റ് കറക്റ്റായിട്ട് പൊങ്ങി വരാൻ വേണ്ടി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ബൗൾ നാളികേരം, പിന്നെ ഇത് 2 ടേബിൾ സ്പൂൺ വെള്ള അവിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അവിലിന് പകരം നമ്മൾ സാധാരണ ചോറ് എടുത്താലും മതി, ഏതായാലും കുഴപ്പമില്ല. ഒരു അളവിലെടുക്കാമെന്ന് മാത്രം. നമ്മുടെ വെള്ളം ഞാൻ കുറച്ച് ഊറ്റി കളഞ്ഞിട്ടുണ്ട് അരിയിൽ നിന്ന്, അത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതും തന്നെ ഒരു കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അരിയും ഇത് അവിൽ കുതിർത്തതാണ്, വെള്ള അവിലാണ്. കളറ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ള അവിൽ എടുത്തു എന്ന് മാത്രം. ഒരു ചെറിയൊരു ബൗള് നാളികേരം മതി. നമുക്ക് തേങ്ങാപ്പാലൊന്നും എടുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം, പക്ഷേ ഇതായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതി. ഒരു 3/4 ഗ്ലാസോളം വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കുക. കുറച്ച് ലൂസ് ബാറ്ററാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അപ്പം തയ്യാറാക്കുക. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് മാവായിരിക്കണം. അപ്പോൾ നമ്മൾ ഒഴിച്ച് വയ്ക്കുമ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുക. ഇത് പുറത്തോട്ട് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ അപ്പം ബാറ്റർ പൊങ്ങി വരുന്ന പോലെ അത്രയും ഇതിൽ പൊങ്ങി വരില്ല, നമ്മൾ കുറച്ച് നേരമല്ലേ വയ്ക്കുന്നുള്ളൂ. ഇതിനകത്തോട്ട് നമ്മുടെ ഈസ്റ്റ് കലക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇതെല്ലാം സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ എത്ര സാധാരണ ചേർക്കുക അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി മതി. ഇത് മിക്സിക്കകത്തോട്ട് ഗ്രൈൻഡ് ചെയ്യണമെന്നില്ല. ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കട്ടെ. നല്ല നമ്മുടെ ദോശമാവ് പോലെ കട്ടിയിൽ ഒരിക്കലും അപ്പത്തിൻ്റെ ബാറ്റർ തയ്യാറാക്കരുത്. ഇതിനകത്ത് കുറച്ച് ലൂസ് ബാറ്റർ ആയാലും നമ്മൾ അപ്പമൊക്കെ നല്ല എന്താ പറയുക, കുറച്ച് തിന്നായിട്ട് സൈഡൊക്കെ നല്ല ക്രിസ്പി പോലെയൊക്കെ ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ലൂസ് ബാറ്റർ തന്നെ വേണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അടച്ചിട്ട് 1 മണിക്കൂർ മിനിമം വയ്ക്കണം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, 1.5 മണിക്കൂറായിട്ടുണ്ടത്. അപ്പോൾ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് വെക്കണം. തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓവനകത്തോ അല്ലെങ്കിൽ കബോർഡിനകത്തോ ഒക്കെ കയറ്റി വെക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബാറ്റർ ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള വെച്ചാൽ അപ്പോൾ ഉപയോഗിക്കാം. ഒരു ദിവസം വെച്ചാലും ഒരു കേടും വരില്ല ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാനിവിടെ പാന് ചൂടാക്കിയതിന് ശേഷം ഇവിടെ അപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ ഒഴിച്ചിട്ട് അപ്പം തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ചട്ടി ചൂട് വേണം. അതേപോലെ നമ്മൾ ഫ്ലെയിം മീഡിയം ടു ലോ ആണ് ചെയ്യേണ്ടത്, കൂടുതൽ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. വളരെ പെട്ടെന്ന് ഇതേപോലെ നല്ല ടേസ്റ്റി അപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് സമയം മതി ഒരു അപ്പം റെഡിയാകാൻ വേണ്ടിയിട്ട്. സൈഡൊക്കെ കണ്ടില്ലേ നല്ല ക്രിസ്പി പോലെയാണ്. അപ്പം നടുഭാഗം നല്ല സോഫ്റ്റാണ്, ഒട്ടും പുളി ഉണ്ടാവില്ല ഈ അപ്പം. വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. സാധാരണ അപ്പം വളരെ പുളിച്ചിട്ടൊരു കാണാറുണ്ട് അങ്ങനെ ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ. ഇത് ഒട്ടും പുളിയില്ലാത്ത ഒരപ്പം, വളരെ ടേസ്റ്റിയായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഒരു തവണ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇതേപോലെ തന്നെ തയ്യാറാക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.